ഞാനിപ്പോൾ 2 പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഒക്ടോബർ ആദ്യവാരം ആ പുസ്തകം പ്രകാശനം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ വർഗീയ ശക്തികൾ സ്വാധീനം നേടുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വ വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിം വർഗീയതയും കേരളത്തിൽ ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഇടപെടൽ സംബന്ധിച്ചുള്ള ഒരു പഠനം കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുസ്തകമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഒക്ടോബർ ആദ്യവാരം പ്രകാശനം ചെയ്യും. മറ്റൊന്ന്, ഈ ജാതി രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ മതനിരപേക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടെ. അപ്പോൾ അവിടെ ജാതി രാഷ്ട്രീയം രൂപപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരുടെ മഹത്തായ ആശയങ്ങളെ തകർക്കാനുള്ള ശ്രമത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുവിനെ മറക്കുന്ന കേരളം, ആ 2ാമത്തെ പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പൂർണ്ണരൂപമായിട്ടില്ല, അത് ഏകദേശമായി. അപ്പോൾ അതും പുറത്തിറക്കുന്നു. ഒന്ന്, വർഗീയതക്ക് കേരളത്തിൽ പിടിമുറുക്കാൻ കഴിയുന്ന സാഹചര്യത്തെ എങ്ങനെ മതനിരപേക്ഷ സമൂഹത്തിന് നേരിടാൻ കഴിയണം, ഈ കാര്യമാണ് ഈ ആദ്യം പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. 2ാമത്തെ പുസ്തകത്തിൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ നുഴഞ്ഞുകയറ്റം. അപ്പോൾ ജാതീയമായി വിഭജിച്ച് മതവർഗീയ അടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കാനുമുള്ള സംഘപരിവാർ ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവിൻ്റെ ദർശനങ്ങളെപ്പോലും ഇന്ന് ദുർവ്യാഖ്യാനിക്കാനും തെറ്റിദ്ധരിപ്പിക്കാൻ തക്ക നിലയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളും സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ്.